ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു നോസ്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇപ്പോഴുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളത് നോക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ പേഴ്സണോടുള്ളതെന്നും കൂടി നോക്കാം. ആദ്യം നിങ്ങളുടേതാണ് എടുക്കുന്നത്, കാരണം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നെങ്കിൽ മാത്രം നിങ്ങളുടെ പേഴ്സൻ്റെ റീഡിങ് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്, വ്യൂസിനെ പ്രതി വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് എനർജിയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ കൂടിയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? വളരെ പെയിൻ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് സഹിക്കാൻ വയ്യ, ആരോടും ഒന്ന് തുറന്ന് പറയാൻ പോലും വയ്യ, നിങ്ങളെ കേൾക്കുവാനോ നിങ്ങളെ മനസ്സിലാക്കുവാനോ ഒരു വ്യക്തികൾ പോലും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ പോകുന്നു. നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കുന്നതിന് പകരം നിങ്ങളെ ഒരുപാട് ശകാരിക്കുകയും നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. അതിന് മറ്റു ചില വ്യക്തികൾ ഇതിൻ്റെ ഇടയിൽ ഇടപെട്ടതായും കാണുന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റീഡിങ് തന്നെയാണിത്, നിങ്ങൾക്കിത് കാണാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നും നീതി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളോട് ഓണസ്റ്റ് ആയിരിക്കണം, നിങ്ങളിൽ നിന്നും നീതി ആഗ്രഹിക്കുന്ന ഒരു എനർജി നിങ്ങൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്താണോ നിങ്ങളുടെ പേഴ്സണ് കൊടുക്കുന്നത് അത് തന്നെ നിങ്ങൾക്ക് തിരികെ ലഭിക്കണം. ഇപ്പം നിങ്ങൾ വിശ്വസ്തത കാണിക്കുന്നു, ആ വിശ്വസ്തത തന്നെ തിരികെ ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ 7 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ 7 ഓഫ് കപ്പ് സൂചിപ്പിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നാലും തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ അല്ലാണ്ട് മറ്റൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ഒരിക്കലും ഒന്നിനു വേണ്ടിയും വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ലാത്ത ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ സ്നേഹിച്ചിരുന്നതായി കാണുന്നു. ഇവിടെ 9 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങൾ വെയിറ്റിങ്ങിലാണ്. നിങ്ങൾക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ഉണ്ടായിരുന്നാലും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് വിലമതിക്കാനാകാത്ത ഒന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു പക്ഷേ ചുറ്റും പല കാര്യങ്ങളും ഉണ്ടായിരിക്കും, സാമ്പത്തിക കാര്യങ്ങളാണെങ്കിൽ ശരി, എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ പേഴ്സണ് തുല്യമായ വിലമതിക്കുന്നതായിട്ടുള്ള മറ്റൊരു കാര്യവുമില്ല എന്ന് നിങ്ങൾ ഒരു വിഡ്ഢിയെ പോലെ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ എന്തൊക്കെ ചെയ്തിരുന്നാലും അല്ലെങ്കിൽ എത്രയൊക്കെ നിങ്ങളെ ഇഗ്നോർ ചെയ്തിരുന്നാലും നിങ്ങൾ അതെല്ലാം സഹിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഫൂളിൻ്റെ എനർജിയാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കാം. എങ്കിൽ പോലും ആ സ്നേഹത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നു, കാരണം 2 കമ്മിറ്റ്മെൻറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, കമ്മിറ്റ്മെൻ്റ് ആണ് ഇവിടെ രണ്ടും കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ കൂടുതലും എല്ലാവർക്കും അല്ല, അല്ലെങ്കിൽ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്, ഹസ്ബൻഡിന് വൈഫിനെ പോലെ തുല്യമായിരിക്കാം, അല്ലെങ്കിൽ വാഗ്ദാനം തന്നിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ എനർജിയാണ്. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്, 9 ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള എനർജിയിൽ എന്തുകൊണ്ടാണ് 9 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും ഒരു കോള് മെസ്സേജ് വരാത്തതിൽ നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് കിങ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് തരേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ തേർഡ് പാർട്ടിക്ക് കൊടുത്തു. അത് തന്നെയാണ്, നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതുപോലെ തിരിച്ചും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഓണസ്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് വാശിയുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പക്ഷേ ചിലപ്പോൾ ദേഷ്യം പിടിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് നീതിക്ക് വേണ്ടിയിട്ട് നിങ്ങളിവിടെ പൊരുതുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങളതിന് വാശി പിടിക്കുന്നുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന സ്നേഹവും വിശ്വസ്തതയും നിങ്ങൾക്ക് തിരികെ കിട്ടണമെന്ന് നിങ്ങൾ വാശി പിടിക്കുന്നുണ്ട്. 7 ഓഫ് കപ്പ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വിട്ടുപോയിട്ടും എന്തെല്ലാം കാര്യങ്ങൾ മറ്റുള്ള വ്യക്തികൾ നിങ്ങളെ ചതിച്ചതാണെന്നും കൂടെ നിന്ന വ്യക്തികൾ ചതിച്ചതാണെന്നും സാഹചര്യം ഒരുപാട് പ്രതികൂലമാക്കി വെച്ചിട്ടും നിങ്ങൾ വിട്ടുകളയാൻ തയ്യാറാകുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ തന്നെയാണ് കാത്തിരിക്കുന്നത്, അത് തന്നെയാണ് നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയ വ്യക്തി ആയിരിക്കാം, ഒരു ബ്ലാക്ക് എനർജിയിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഒരു അന്ധകാരത്തിലാക്കിയിട്ട് നിങ്ങളെ ഒരു രോഗിയാക്കിയിട്ട് നിങ്ങളിൽ നിന്ന് വിട്ടുപോയൊരു വ്യക്തിയായിരിക്കും. പക്ഷേ ഇപ്പോഴും നിങ്ങൾ അവരെ ചേർത്ത് വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം തുടർന്ന് കാണുക. ഓക്കെ, 9 ഓഫ് പെൻറ്റിക്കിൾ എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ 9 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്?
നയൻ ഓഫ് പെൻറ്റിക്കിൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന റിലേഷൻഷിപ്പിൻ്റെ ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു സൂര്യോദയം ഉണ്ടാകും, ഒരു റീബർത്ത് ഉണ്ടാകുമെന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഫൂളിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഫൂളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ വെയിറ്റിങ്ങിലാണ്. നിങ്ങൾ എത്ര വിഡ്ഢിയാക്കി കടന്നു പോയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണ്, നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ, ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ, ബന്ധുക്കൾ എല്ലാവരും പറയും നിങ്ങൾക്ക് വട്ടാണ് എന്ന് വരെ പറയും. നിങ്ങൾ എന്തിനാണ് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്, വിട്ടുകള എന്ന് പറഞ്ഞിരുന്നാലും നിങ്ങളുടെ മനസ്സ് തളർന്നു പോകാതെ വിശ്വാസത്തോടു കൂടി നിങ്ങൾ കാത്തിരിക്കുകയാണ്. ഒരു വിഡ്ഢിയെപ്പോലെ തന്നെയാണ് എങ്കിൽ പോലും, ഒരു പ്രതീക്ഷ, സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലെങ്കിൽ പോലും നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു, ഒരു ഫൂളിനെ പോലെ കാത്തിരിക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ 10 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നഷ്ടങ്ങളാണ്, സർവ്വതും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചീറ്റ് ചെയ്തിട്ടാണ് പോയത്. നിങ്ങളുടെ സ്നേഹം, വിശ്വാസം എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും പ്രതീക്ഷ നിങ്ങൾ കൈവിടുന്നില്ല എന്നുള്ള ഒരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കാത്തിരിക്കുന്നത് ഈ ഒരു പ്രതീക്ഷയിലാണ്. ഓക്കെ, തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ. നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നു തിരിച്ചു വരും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെസനേറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങളുടെ ഇടയിൽ ചില വാക്ക് തർക്കങ്ങളും ഈഗോ പ്രശ്നങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈഗോ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്തുകൊണ്ടാണ് നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ സ്പീഡിനാണ് വരുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ഇടയിൽ വഴക്കുണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, നിങ്ങളിലേക്ക് വരുമായിരിക്കാം. പക്ഷേ ഇവിടെ എംപററിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സാഹചര്യം അനുകൂലമല്ല. ഈ സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ നിങ്ങളിലേക്ക് ഇപ്പോൾ എത്രയും പെട്ടെന്ന് വന്നിരുന്നാലും ഒരു നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ പേഴ്സൺ വന്നിരുന്നാലും ഒരു വാക്ക് തർക്കത്തിന് കാരണം ഉണ്ടാകുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ഹെർമിറ്റിൻ്റെ എനർജിയാണ്. ഓക്കെ, ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുവാനാണ്, ഒറ്റപ്പെട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർ നിങ്ങളെ വിട്ടു പോയതിന് ശേഷം അവരുടെ ജീവിതത്തിലും വലിയ സന്തോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. അവരും 10 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഒന്നുകിൽ മാനസികമായോ ശാരീരികമായോ അവർ ചില അസുഖങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളതായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോയി, അവരുടെ കൂടെ ആരുമില്ല എന്നുള്ള ഒരു എനർജിയിലേക്ക് കടന്നു പോയിരിക്കുന്ന ഒരു എനർജി വന്നിരിക്കുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നത്? ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ചിന്തകൾ, നിങ്ങളെ രാത്രിയിൽ ഒരുപാട് ചിന്തിക്കുന്നു. നിങ്ങളിലേക്ക് കടന്നു വരണമെന്നും നിങ്ങളിലെ ശരിയേത് തെറ്റേത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളെല്ലാം അവർ ആലോചിക്കുന്നു. ഒരു അനുകൂലമായ സമയം, വീണ്ടും വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നു. ഭാഗ്യചക്രം നിങ്ങളുടെ പേഴ്സണ് അനുകൂലമായി തിരിയുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നേരെയാകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ അനുകൂലമായി ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ കൂടി വന്നിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നൈറ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി പറയുന്നു നിങ്ങളുടെ ഇടയിൽ നല്ല രീതിയിൽ ഡബിൾ എംപററാണ് വന്നിരിക്കുന്നത്. നല്ല രീതിയിലൂടെ ഒരു വാക്ക് തർക്കം ഉണ്ടായതായി കാണുന്നു. നല്ല രീതിയിൽ വഴക്കുണ്ടായതായി കാണുന്നു. ആ വഴക്കിന് ശേഷം ചിലപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായിട്ടുണ്ടായിരിക്കാം. ആ വഴക്കിന് ശേഷമാണ് ഇവിടെ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ വന്നിരിക്കുന്നത്. മുന്നോട്ട് പോകാതെ അവസാനിപ്പിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, വഴക്കുണ്ടായ നിമിഷങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഹെർമിറ്റിൻ്റെ എനർജി ഇവിടെ വന്നിരിക്കുന്നത്? ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ക്യൂൻ ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്, കാത്തിരിക്കുകയാണ്. ഓക്കെ, എന്തിനാണ്? നല്ലൊരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അവരുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. മഞ്ഞാണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാകും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് മഞ്ഞിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. ഈ മഞ്ഞ് എന്ന് പറയുന്നത് ഒരു പ്യൂരിറ്റിയാണ് പറയുന്നത്. വൈറ്റ് കളറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നല്ല കാര്യങ്ങളെ ചിന്തിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിന് കാരണം ഇവിടെ സ്പിരിച്വലായിട്ടുള്ള ചില കാര്യങ്ങൾ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർ ചില നല്ല സ്പിരിച്വലായിട്ടുള്ള വഴിയിൽ കൂടി നടന്നുകൊണ്ട് ഇവിടെ യൂണിവേഴ്സിൻ്റെ ഒരു വെട്ടം കിട്ടുന്നത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ്
ഫൈവ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്. ഫൈവ് ഓഫ് പെൻറ്റിക്കിൾ നിങ്ങളുടെ ഇടയിൽ നല്ല രീതിയിലൊരു ബ്ലാക്ക് എനർജി ഉള്ളതായി കാണുന്നു. ഓക്കെ, നിങ്ങളെ വിട്ടുപോകുന്നതിന് കാരണമായിരിക്കുന്നത് ചില ബ്ലാക്ക് എനർജിയാണ്. ഇവിടെ ഡിവോഴ്സ് കേസുകൾ പോലെയുള്ള കാര്യങ്ങൾ നടന്നതായി കാണുന്നു. ഓക്കെ, നൈറ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് നീതി ലഭിക്കാതെ പോയിരിക്കുന്നു. ഓക്കെ, നിങ്ങളെ മനഃപൂർവ്വമായിട്ട് ചിലപ്പം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് പോലും കേൾക്കാനുള്ള ഒരു സാവകാശം പോലും തരാതെ ഒരു പക്ഷേ നിങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നീതി ലഭിക്കാതെ നിങ്ങളെ പുറത്താക്കിയിട്ടുള്ളതായിരിക്കാം, നിങ്ങളെ വിട്ടുപോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പം അതിനൊക്കെ ഒരു ക്ലാരിറ്റി വരുന്നു, നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റിസ് വരുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ജസ്റ്റിസ് തരുന്നുണ്ട്. കാരണം ഇവിടെ ഹെർമിറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. യൂണിവേഴ്സിൽ നിന്നും അവർക്ക് ഇന്നർ നോളജ് അവർക്ക് ലഭിക്കുന്നതായി കാണുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളെ കാണാൻ വരണം അവർ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവർ നിങ്ങളെ കാണുന്നതിന് വേണ്ടി വരുന്നതാണ്. ഇവിടെ സണ്ണിൻ്റെ കാർഡും വന്നിരിക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇതൊരു ഫൂളിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ പലപ്പോഴും നിങ്ങളൊരു ഫൂളാക്കിയിട്ടുണ്ട്, നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടെന്ന് അവർ ചിന്തിക്കുന്നു. ഓക്കെ, പലപ്പോഴും നിങ്ങളുടെ പേഴ്സൺ ബ്ലോക്ക് ചെയ്തും പല പ്രാവശ്യവും നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്തും നിങ്ങളെ ഒരു ഫൂളാക്കി വെച്ചിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളുടെ പേഴ്സണ് തന്നെ അറിയാം, നിങ്ങളെ ഫൂളാക്കിയിട്ടുണ്ട് എന്ന് അവർക്കറിയാം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവർക്കൊരു കുറ്റബോധത്തോടു കൂടി, ഇവിടെ ജസ്റ്റിസാണ് വന്നിരിക്കുന്നത്, ഒരു കുറ്റബോധത്തോടു കൂടി നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇവിടെ എയ്റ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? എയ്റ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് യാതൊരു വാല്യൂം തരാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ടവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഓക്കെ, ഇതുപോലെ നിങ്ങളെ വലിച്ചെറിഞ്ഞ് ഒരു വിലയുമില്ലാത്ത വ്യക്തിയെ പോലെ നിങ്ങളെ വലിച്ചെറിഞ്ഞ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് കടന്നു പോയ ഒരു വ്യക്തിയാണെങ്കിൽ ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രയോറിറ്റി നൽകണമെന്ന് അവർ ചിന്തിക്കുന്നു. മറ്റുള്ള വ്യക്തികൾക്കായിരുന്നു ലൈഫിൽ പ്രയോറിറ്റി നൽകിയത്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടവർ സിറ്റുവേഷൻ്റെ മുകളിൽ ഒരു ടവർ കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളിലേക്ക് കടന്നു വരാൻ അവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ എംപററിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? ഇപ്പം നിങ്ങളെക്കുറിച്ച് അവർ നല്ല രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും എയ്റ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ടെന്നും അവരെ നല്ലൊരു പൊസിഷനിലേക്ക് ആക്കുന്നതിന് നിങ്ങളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികം അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം ഒരുപാട് അവരുടെ ഒരു നല്ല പൊസിഷന് വേണ്ടിയിട്ട് നിങ്ങൾ എക്സ്പെൻസ് ചെയ്തിട്ടുണ്ടെന്നും അവർക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അവർ ചിന്തിക്കുന്നു. ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പം നിങ്ങളെക്കുറിച്ച് അവർ നല്ല രീതിയിൽ തന്നെയാണ്, ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പം ഇതാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്ന എനർജി. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.